ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം എന്താ പറയണ്ടേ, ഒരു കമൻറ്റ് വരും, ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് പറയാതെ പോയി വ്ളോഗ് ചെയ്യുമെന്ന് പറയും. പൊങ്ങച്ചൊന്നും പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ കുത്തിയിരുന്ന് പറയല്ലേ എന്ന് പറയും. പറയാനുള്ളത് ഞാൻ പറയണ്ടേ, എന്നാ ചിന്തിച്ചിരുന്ന ഇന്നിവിടെ നിന്ന് പറയാമെന്ന്. അപ്പോൾ അവിടെ വെട്ടം ശരിക്കല്ല, അതുകൊണ്ടാണ് പിന്നെ ഇന്നും ഇരുന്ന് ഇങ്ങനെ പറയാതെ. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ചില കമൻസ് നെഗറ്റീവ്. ഇന്ന് എനിക്ക് വന്ന കമൻസിൽ ആ വ്യക്തി ഇപ്പം ഈ കുറേ 2 ആഴ്ചയ്ക്ക് മുമ്പിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്. എന്നെ മറന്നുപോയോ, ഞാൻ പഴയ ആളാ, അന്ന് എന്നെ ചക്കരയെ മോനെ പുന്നേന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. ഇന്ന് വന്ന് പറഞ്ഞേക്കണോ, ഇവരിത്തിരി ഓവറാ, ഇവരുടെ വീഡിയോയ്ക്ക് ഒരു നിലവാരവും ഇല്ല. ഇപ്പം അവരെന്നാ ഒരു ചാനൽ തുടങ്ങട്ടെ, എന്തായാലും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, അവർക്ക് എത്രമാത്രം വ്യൂസ് വരും എങ്ങനെ. ഇപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, പലരും പല തരത്തിലുള്ളവരാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർ എൻ്റെ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറേ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, ചിലർക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ളവർ സ്കിപ്പ് അടിച്ചു പോകും. അപ്പോൾ ആ വ്യക്തി പറയാം, എന്താ നമ്മളെയൊക്കെ നിർബന്ധിക്കുക നമ്മൾ വീഡിയോ കാണാൻ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലല്ല നിങ്ങൾ വീഡിയോ കാണും. നിങ്ങളുടെ ആരുടെ വീട്ടിൽ വന്ന് ഞാനിരുന്ന് വീഡിയോ ഓണാക്കി തന്നിട്ടിരുന്ന് കാണുമെന്ന് ഞാൻ പറയുന്നില്ലല്ലേ. ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ്, അച്ചാർ വേണമെന്നും പറഞ്ഞ് എന്തുവന്ന സംഭവം, അച്ചാർ വേണമെന്ന് ഫോൺ ചെയ്തിയാ. എൻ്റെ മൊബൈലുണ്ട്, ഇതാ ഞാൻ എൻ്റെ ബിസിനസ്സിന് കൊടുത്തേക്കുന്ന നമ്പർ. ഇത് 2-3 പ്രാവശ്യം ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി ശരിയാക്കിയതാണ്, 10,500 രൂപ കൊടുത്ത്. അപ്പോൾ ഇന്നലെ വീണ്ടും ഇത് തറയെ വീഴുവാണോ എന്തോ. നമ്മൾ ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചാർജ് ഫുള്ളായിട്ട് കാണിക്കും. അതിൽ നിന്ന് എടുത്ത് എനിക്ക് ഇതിലെല്ലാവരുടെയും മെസ്സേജ് വരുന്നത്. അപ്പോൾ പലരും ഇപ്പം എന്നോടിപ്പം പിണങ്ങുമായിരിക്കും, കാരണം ഈ കൊച്ചിപ്പം ഇതിൻ്റെ അകത്ത് റിപ്ലൈ ഇട്ടെന്ന്, ചേച്ചി എനിക്ക് പിക്കിൾ വേണമെന്നുള്ളത്. പക്ഷേ എനിക്കത് വന്നില്ല, അതാ ഇപ്പോൾ കോള് ചെയ്തത്. അപ്പോൾ പലരും ഇന്ന് ഖത്തറിൽ നിന്നും ഞാൻ കേട്ടില്ല ഇതിൻ്റെ അകത്ത് വോയിസ് കോള് വന്നത്, വാട്സപ്പ് കോള്. പക്ഷേ മെസ്സേജ് ഇട്ട് ഞാൻ ചെയ്തായിരുന്നു, എടുത്തില്ല, ഞാൻ ഖത്തറിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ മൊബൈലിനൊരു കുഴപ്പമുണ്ട്, ഞാനിങ്ങനെ എടുത്തപ്പം അതങ്ങ് ഫുൾ ചാർജ് എന്നുള്ളതങ്ങ് 0 ആവും. ഞാനിപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചേക്കും, എന്തോ ചെയ്യാൻ. ഇനി ശരിയാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിയൊരു നിനക്ക്, കാരണം എനിക്കിത് മെയിനാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഫോൺ ചെയ്യുന്നേ എല്ലാം. അപ്പം ഞാൻ പറഞ്ഞല്ലേ, കൊണ്ട് ഇതുവരെ ആ മോളുടെ ഇതില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ കാണണമെന്നും പറഞ്ഞിരിക്കുമെന്ന്. ഇപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ല നിങ്ങൾ കാണത്തുള്ളൂ. ഞാൻ ഇരുന്ന് മറ്റേ ആൾ പറയല്ലേ, ഇരുന്ന് ഇങ്ങനെ കാര്യം പറയലെന്ന് പറയുന്ന ആൾ ഇന്ന് എന്നെ കുറ്റം പറയല്ലേ. ഞാൻ ഉള്ള കാര്യം ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണും. എനിക്കും താല്പര്യമുള്ളത് ഞാൻ മിക്ക ആൾക്കാരുടെയും വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണത്തില്ല. ഇപ്പം എൻ്റെ ഇഷ്ടപ്പെടാത്തവരും പലരും കാണും. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ ഈ സംസാരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ഒരു കമൻറ്റ് വരുന്നത് പോലെ ഇഷ്ടം കാണത്തില്ല. എന്തു ചെയ്യാനാ. അപ്പോൾ ആ വ്യക്തി എന്നെ ഇങ്ങനെ ഞാൻ അതാ ചിന്തിക്കുന്നത്. എൻ്റെ ദൈവമേ, കഴിഞ്ഞ ആഴ്ച എന്നെ മറന്നോ എന്നൊക്കെ ചോദിച്ച വ്യക്തി ഈ 2 ദിവസം കൊണ്ട് അവിടെ പോയി ചേഞ്ച് ചെയ്യും. അതാ പറയുന്നത്. ഇല്ല, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുമെന്ന് പണ്ടുള്ളവർ പറയത്തില്ല, അതുപോലെ എന്നോട് പലരും പറഞ്ഞു. ഓവനാൻ്റെ ആണെങ്കിലും പറഞ്ഞു, ഇത്തിരി ഗട്ട്സ് വേണം, യൂട്യൂബൊക്കെ വേണമെങ്കിൽ. സത്യം, ആദ്യമൊക്കെ ആണെങ്കിൽ നല്ല വിഷമമായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ശരിക്കും ഈ കുക്കിംഗ് ഇടുന്ന സമയത്ത് നിങ്ങൾ കോപ്പി അടിച്ച് ഇതാ. ഇപ്പം കുക്കിംഗ് ആണെങ്കിലും പലരും ഒരേ രീതിയിൽ ചെയ്യുന്നവരുണ്ടല്ലേ. ഇതിലാകുമ്പോഴത്തേന് ഈ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെയുള്ളവർ എന്തിനാ വെച്ചത്, ഞാനങ്ങ് ബ്ലോക്കാക്കും. എന്തിനാ മറ്റുള്ളവർക്കൂടെ അതൊരു നെഗറ്റീവായിട്ട് വരുന്നത്. അല്ല, നമ്മൾ ആരുടെയും ഇപ്പം സ്നേഹത്തിൽ സംസാരിച്ചിട്ട് അവരോട് വിരോധമായിട്ട് മനസ്സിലൊന്നും മുഖത്തൊന്നും കാണിക്കത്തില്ല. അവരിങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് ഓരോരുത്തർ കമൻ്റ് ഇട്ട് നെഗറ്റീവ് കമൻറ്റ് ചേച്ചി മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് ഒരു സ്മൈലി ഇട്ടിട്ട് പോയിരിക്കുന്നവർ. എന്നിട്ട് പറയുക, ഈ കളവി എന്തുവാ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു. ഞാൻ കളവിയാ. അവരുടെ ഈ പറഞ്ഞ വ്യക്തി ജീവിതകാലം മുഴുവനും യൗവനമായിട്ട് ഇരിക്കുമല്ലേ, അത് മതി. എനിക്ക് അങ്ങനെയുള്ള കഴിവില്ല.
എൻ്റെ ഓരോ ദിവസം അനുസരിച്ച് എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് ഞാൻ കിളവിയാവും, പൊണ്ണിയാവും, വണ്ണത്തടിയാവും, പൊണ്ണത്തടിയാവും. ഓക്കെ, അവരുടെ അടുത്തോട്ട് ഞാൻ പോയില്ലല്ലേ, അവരുടെ അടുത്തോട്ട് കൊച്ചു വർത്താനം പറഞ്ഞും പോയില്ലല്ലേ. താല്പര്യമുള്ളവർ കേൾക്കും. ഞാൻ ആരെയും നെഗറ്റീവായിട്ട് പറയുമല്ല കേട്ടോ. ഒരാളെ ഇങ്ങനെ കുത്തി പറയുമ്പോൾ അവർ ചിന്തിക്കണം അവരും ഈ സ്ഥാനത്തായിരിക്കുമെന്ന്. ഞാൻ കിളവിയാണെങ്കിൽ അന്ന് എൻ്റെ വീട്ടുകാരുടെ എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് എനിക്ക് കളവത്തുണ്ട്. അവർ എപ്പോഴും അമൃതം കഴിച്ച് ബ്യൂട്ടി ആയിട്ടിരിക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ. ഉപദേശം കൊണ്ടുവന്നേക്കൊന്ന് ഉപദേശം. ഞാൻ ആരെയും ഉപദേശിക്കാൻ യോഗ്യത ഉള്ളവളല്ല. ഞാനും പെർഫെക്റ്റ് അല്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഒരു ദിവസം തന്നെ നമ്മൾ എത്രമാത്രം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ദൈവം കാണുന്നുണ്ട്. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട. അതുകൊണ്ട് താല്പര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ എൻ്റെ വ്യൂസ്? ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മളോട് കുശുമ്പുള്ളവരാണിപ്പം. മനസ്സിലായല്ലേ? അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലേ ദൈവമേ. ഇനി ഞാൻ വീഡിയോയിലോട്ട് പോട്ടെ. എന്നെ വഴക്ക് പറയലേ, ഇരുന്നിരുന്ന് കുറ്റം പറയുവാനായോ അടിക്കുവാന്ന് ഉള്ള വീഡിയോ കാണാം നമുക്ക്. ഓക്കെ, കുറേ കൂടെ പറയാനുണ്ടായിരുന്നു. എന്തോ ചെയ്യാനാ. കഴിഞ്ഞ ദിവസം എനിക്ക് USA എന്നൊരു കമൻറ്റ് വന്ന്, വിജി ജോലി കാരണം വിജിയുടെ കുറേ വീഡിയോയുടെ സ്ക്രീനുകൾ, ഇത്രയും വീഡിയോ എനിക്കിനി പെൻഡിങ്ങാണ്, ഞാനിരുന്ന് അരിഞ്ഞുകൊണ്ടിരുന്ന് ഓരോന്ന് കണ്ടു. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എന്തോ ആവശ്യമാണ്. അവർ ജോലി കഴിഞ്ഞിട്ട് ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോകൾ ഇരുന്ന് കാണുക. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അതൊക്കെ കേൾക്കുമ്പം ഞാൻ ചിന്തിച്ച ദൈവമേ, ഞാൻ ആരാ? USA ഇരുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തോത്തിൻ്റെ ആവശ്യമാണ്. അവർക്ക് ഫൈനാൻഷ്യലായിട്ടൊക്കെ USA ഉള്ളവരാകുമ്പോൾ നല്ല ഇതായിരിക്കുമല്ലേ. നമ്മളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് പോലെ നമുക്ക് ഈ കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം പോലും അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. ഈ യൂട്യൂബിൽ ഇത്രയും കിടന്ന് ഒരു വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ട് യൂട്യൂബ് ചാനലുള്ളവർക്കറിയാം. അപ്പോൾ ആ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ സ്ക്രീൻ കാണിച്ചിട്ട്, ബിജി ഇന്ന് ഞാൻ ഇതിങ്ങനെ ഓരോന്ന് കണ്ട് കാരണം പറയുന്നത് എന്തുവാ, ഇപ്പം ഞാനൊരു ലേറ്റസ്റ്റ് വീഡിയോ കണ്ടാൽ അതിന് മുമ്പിട്ട് എന്തോ വിജി പറഞ്ഞെന്നുള്ളത് ചിലപ്പം അതിൽ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് എവിടെ വെച്ചാൽ നിർത്തിയെന്ന് വെച്ചാൽ അവിടെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുക. ജൂലിയ ആണെങ്കിലും അവൾ കണ്ടില്ലെങ്കിൽ തന്നെ അവൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച് ഓടി വെക്കും. അങ്ങനെ വേറെ ഞാൻ പേര് മറന്നു, എന്നോട് ക്ഷമിക്കണേ കേട്ടോ. പൈസയായില്ലേ, മുതുക്കിയായില്ലേ, അതുകൊണ്ട് ഓർമ്മയൊക്കെ ഇച്ചിരി നിൽക്കുന്നില്ല കേട്ടോ. ഓക്കെ, രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മുട്ടക്കറി ഇത്തിരി എടുത്ത് വെച്ചിട്ട് രാവിലെ അപ്പം ഉണ്ടാക്കാം. അപ്പോൾ റാഗി അരച്ച് അപ്പോൾ കുറച്ച് റാഗി ചേർത്ത് ഇത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പ്രൈസമ്മോന് ഈ കളർ കാണുമ്പോഴേ അവന് താല്പര്യമില്ല, കാണത്തില്ല. നമ്മളൊക്കെ പണ്ടില്ലേ എന്താ പറയുന്നത്, കുത്തിരിയോ ഒരു സൈസ് അരി നമ്മൾ അരച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഈ കളറല്ലേ. എനിക്ക് പക്ഷേ ആ കളർ ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ ചെമ്പാപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ കളറാണ്. അവനത് വേണ്ട, മറ്റോൻ തിന്നും. പക്ഷേ ഇവനെന്നാ തിന്നിട്ട് നോക്കിയിട്ട് വേണ്ടേ അവന് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയണ്ടേ. അവനത് കളർ കാണുമ്പോഴേ പറയും എനിക്ക് ഫാസ്റ്റിങ്, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ ആ മിക്സിയൊക്കെ അരച്ച ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, ആകെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഉപ്പൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്ന് ഇട്ടിളക്കിയിട്ടുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസ് ഈ പൊടിയല്ല ചേർത്തത്, അങ്ങനെയുള്ള റാഗി പഞ്ഞിപ്പുല്ല് ഇതിൻ്റെ അകത്ത് ചേർത്ത് അരച്ച്, പിന്നെ 1 കപ്പോളം തേങ്ങയും ഒരു ഇച്ചിരി 1/4 ടീസ്പൂണോളം ഈസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനത് അപ്പമൊക്കെ സോഫ്റ്റാണ്, സൈഡ് ഇച്ചിരി മൊരിഞ്ഞ് വരും. പക്ഷേ എനിക്ക് അങ്ങനെ മൊരിഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാനങ്ങനെ 2 കല്ല് വെച്ചിട്ട് ഈ അപ്പച്ചട്ടി വെച്ചിട്ട് അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഞാൻ ഈ മാവിൻ്റെ അകത്ത് പഞ്ചസാര ചേർത്തില്ല. നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുമല്ലോ, ഞാൻ മനഃപൂർവ്വം ചേർക്കാഞ്ഞാൽ. ചേർക്കേണ്ടിയവർക്ക് ചേർക്കാം. അപ്പോൾ ഇച്ചിരി ഒരു ഇളം മധുരം പോലെ വരും. അപ്പം ഞാൻ കഴിവതും പഞ്ചസാര ചേർക്കാതിരുന്നതാണ്. ഒരു സ്വല്പം ചോറുകൂടെ ഞാൻ അരച്ചായിരുന്നേ അന്നേരം, ഒരു അരത്തവി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രൈസമ്മൻ്റെ പാട്ട് കേട്ടിട്ട് മിഞ്ചീസ് വ്ലോഗ് പറഞ്ഞ് ഞാനത് ഇൻട്രോയിൽ പറയാൻ മറന്നുപോയി. ഞാൻ അല്ലെങ്കിലും അവിടെ കുത്തിയിരുന്ന് ഇനിയും കുത്തിരേറി ഇരുന്ന് സംസാരിച്ചാൽ ചിലർക്ക് ഇഷ്ടമല്ലല്ലേ. അതുകൊണ്ട് ഇപ്പം ഓർത്തപ്പോൾ പറഞ്ഞ പാട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കയ്യടിക്കുമായിരുന്നെന്ന്. അങ്ങനെ എൻ്റെ മക്കളെയൊക്കെ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവനിവിടെ എൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അവൻ തിന്നാൻ വേണ്ടി ഞാൻ എന്തെല്ലാം പറയുന്നതെന്നറിയാമോ? അവൻ പറയുക, ഞാൻ തിന്നാൻ വേണ്ടിയല്ലേ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക, കളർ കണ്ടുകൊണ്ട് ഒന്ന് പട്ടിണിയിരിക്കും.
ഇത് റാഗിയൊന്നും ചേർത്തല്ല, ഇത് നല്ല നാട്ടിലത്തെ പൊടിയാ. എന്ത് നല്ല ടേസ്റ്റ്. എന്ത് നല്ല സോഫ്റ്റ്. നോക്ക്, നല്ല ടേസ്റ്റ്. അപ്പം മാംഗോ പൾപ്പ് കൊണ്ടുവന്ന്, ഇത് ഇങ്ങനല്ല, കുറച്ചുകൂടെ തിക്കായിട്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതാണ്. എന്നാലും ഇങ്ങനെ നല്ല കുറുകിയിരിക്കും. അവർക്കെല്ലാം കൊണ്ട് കൊടുത്ത്. പിന്നെ എനിക്ക് ഇന്ന് ബീഫ് അച്ചാർ ഇടണം. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ കരുതി ഇവർക്ക് ചപ്പാത്തിക്കൊക്കെ ഞാൻ കൂട്ടാനൊക്കെ അങ്ങ് ഉണ്ടാക്കി, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി പെട്ടെന്ന്. അപ്പം രാവിലത്തെ അപ്പത്തിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് എനിക്ക് ബീഫ് ഞാനൊരു 2-3 തീരയായിട്ട് വേണം കുക്കറിൽ. വലിയൊരു കുക്കറുണ്ട്, പക്ഷേ ഞാൻ എടുക്കാൻ വേണ്ടാന്ന് വെച്ച് അത് ഞാൻ എടുത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു 3 പ്രാവശ്യമായിട്ട് എനിക്ക് വേവിച്ചെടുക്കേണ്ടി വന്നു. ഞാൻ അടുക്കളയിൽ നിന്നാണ് പ്രൈസമ്മൻ പറഞ്ഞു, മമ്മി എളുപ്പം ഇങ്ങോട്ട് വാ, തത്തമ്മ പാരറ്റ് തോണ്ടെന്നും പറഞ്ഞു. അവിടെ മൊത്തം ഇപ്പോഴാണ്, ഒരിടയ്ക്ക് കാണാനേ ഇല്ലായിരുന്നു. ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങും. എനിക്ക് തത്തമ്മയെ വീട്ടിൽ വളർത്തുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ബീഫ് ഇങ്ങനെ എല്ലാം വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക, ഓരോ സെറ്റ് വറുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ നിങ്ങളെ പനം നൊങ്കിൻ്റെ അത് കാണിച്ചില്ലേ. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി എന്ന് പറയുമായിരുന്നു, പണ്ടൊക്കെ ഇതിന് തീരെ വിലക്കുറവായിരുന്നു. ഇപ്പോഴും അവിടെയൊക്കെ ഈ പസായി അങ്ങനെയുള്ള സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ കൊണ്ടുപോയി 100 രൂപയ്ക്ക് 10-12 എണ്ണമൊക്കെ കാണുന്നു. പക്ഷേ ചിലതതിൽ ഇത്തിരി മുറ്റിയതായിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങളുടെ ഈ ഏരിയ, ഈ ലോക്കണ്ട്വാല ഏരിയയിൽ എല്ലാത്തിനും ഇത്തിരി വില കൂടുതലാണ്. അതേസമയം നമ്മൾ ലോക്കണ്ട്വാലയിലാണെങ്കിലും ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്ന ക്രാന്തിനഗർ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അവിടൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസിനാണേലും വില കുറവാണ്. അങ്ങനെ നമ്മൾ ഈ ഒത്തിരി റഷുള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങളെ വീഡിയോയിൽ ചിലപ്പം കാണിക്കത്തില്ലേ, അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ വെജിറ്റബിൾസിനൊക്കെ വില കുറവാണ്. പക്ഷേ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പോയി വാങ്ങിക്കുവാണെങ്കിൽ നല്ല വിലയായിരിക്കും സാധനങ്ങൾക്ക്. അതിൻ്റെ പകുതി വില കൊടുത്താൽ മതിയായിരിക്കും നമ്മൾ ഒത്തിരി റഷുള്ള ആ ഏരിയയിൽ. അപ്പം ഞാനാണെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു തോരൻ വെക്കുന്നു. അതായത് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത് ചപ്പാത്തിക്ക് നല്ല ഒരു കൂട്ടാനാണ്. ഞാൻ ആ ക്യാപ്സിക്കത്തിൻ്റെ അരി ഉണ്ടായിരുന്നല്ലേ, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അരിഞ്ഞത്. കാരണം ഈ സ്റ്റോണുള്ളവർക്കൊന്നും ഈ ഇങ്ങനെയുള്ള അരികളൊന്നും വയറ്റി ചെല്ലല്ല എന്നാ ഒരറിവ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്തിരി സവാള എടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു നല്ലൊരു ഒരു ഇളം മധുരം പോലൊക്കെ തോന്നും. അപ്പോൾ സവാളയും തേങ്ങയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. കാരണം ക്യാപ്സിക്കമൊക്കെ ഇത്തിരി വെള്ളം ഉള്ളതല്ലേ, ക്യാപ്സിക്കം ക്യാരറ്റും കൂടെ അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ് ഇത് കഴിക്കാൻ. ലാസ്റ്റിൽ വേണേൽ ഇച്ചിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം രാത്രിയിൽ ഞാൻ കഴിച്ചെന്തോ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലേ ഒരു ഈ ഡ്രൈ ആയിട്ടുള്ള അത് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാത്രി ഞാൻ അപ്പം ബാക്കിയുണ്ടായിരുന്നു, റാഗിയൊക്കെ ചേർന്നതായതുകൊണ്ട് അത്താഴത്തിന് ഞാനിതാ കഴിച്ചത്. അവർക്കൊക്കെ എല്ലാം കൊടുക്കാനുള്ളത് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കിങ്ങനെ ഈ അപ്പമൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ കൊച്ചുള്ളി ഉണ്ടായിരുന്നു, കൊച്ചുള്ളി ഒന്ന് ചതച്ചിട്ട് തേങ്ങായും ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ അകത്ത് തേങ്ങ ക്രഷ് ചെയ്തിട്ട് കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചെയ്യും. എന്നാലും ഇച്ചിരി കൊച്ചുള്ളി ഇടയ്ക്കിടയ്ക്ക് കാണും. ഞാൻ കഴിച്ചോണ്ട് തന്നെ പോള് വന്ന് കഴിച്ചു. പക്ഷേ അത്ര നല്ലതാണെന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, തിന്നിട്ടങ്ങ് പോയി. അപ്പോൾ വൈകുന്നേരം ഞാൻ നമ്മുടെ ബീഫ് ഒന്ന് എടുത്ത് നോക്കിയുണ്ടേ എല്ലാം സെറ്റായി, ഒന്ന് ഇളക്കി. ഇനിയിപ്പം കൊടുക്കാനുള്ളവർക്ക് അത് ഡബ്ബയിലാക്കി എനിക്ക് വെക്കണം. ഞാൻ പറഞ്ഞില്ലേ ആവശ്യം ഉള്ളതനുസരിച്ച് കുറച്ചുകൂടെ ഉണ്ടാക്കി. ഒരു ഇച്ചിരി കൂടി ഇരിപ്പുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ
വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നമ്പർ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം കേട്ടോ, ഫോൺ നമ്പറേ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയും അയച്ചു കൊടുക്കുവേ. വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ഇതൊരു സ്പൂൺ ഉണ്ടെങ്കിൽ പിന്നെ കൂട്ടാനൊന്നും വേണ്ട. ഇടയ്ക്ക് എമർജൻസിക്ക് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.